ശ്രദ്ധിക്കുക, ഷേപ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾ നോക്കാം. വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്സ് നോക്കാം. വാട്ടർ മോളിക്യൂൾ നമ്മളെപ്പോഴും അമോണിയയുടെ ഞാൻ പറഞ്ഞു ഇത് ശീലിക്കുമ്പോൾ NH3 ഒരു ലോൺ പേരുള്ള മാതിര നിങ്ങൾ ശീലിച്ചോളൂ. അമോണിയ വാട്ടർ വരയ്ക്കുമ്പോൾ ഇത് 2 ലോൺ പേരിട്ട് വരച്ച് ശീലിക്കുക. H2O നിങ്ങൾക്ക് അറിയാം, നമ്മൾ ലൂയിസ് സ്ട്രക്ചർ ഒക്കെ വരച്ച് പഠിച്ചാണ്, അന്നേരം ഉള്ളതാണ്. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ മറന്നോയോ? ലൂയിസ് സിമ്പലൊക്കെ വരച്ചത് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സ് പഠിച്ചില്ലേ? അപ്പോൾ H2O വരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ ശീലിക്കുക. ഇനി സെൻട്രൽ നമ്മൾ ആരെയാണ് എടുക്കേണ്ട ഹൈബ്രിഡൈസേഷൻ? സെൻട്രൽ ആറ്റത്തിനാണ് ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. ആരാണ് സെൻട്രൽ ആറ്റം? ഓക്സിജൻ. അറ്റോമിക് നമ്പർ എത്രയാണ്? Z equal എത്രയാണ്? സോ ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ പറഞ്ഞോളൂ. 1s2 2s2 2p നോക്കാം. 2 4 ആയി. 8 5 5 6 7 8. ഇത് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്യണം. എന്ത് വിളിക്കുന്നില്ലേ? സിംഗിൾ സിംഗിൾ സിംഗിൾ. നോ ടു എന്തിലായിരിക്കണം? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ d general orbital does not take place until each orbital is singly occupied. എന്താണ് പെയറിംഗ് ഓഫ്? ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഈ ഇലക്ട്രോൺ ഈ ഓർബിറ്റൽസിന് എന്ത് വിളിക്കുന്നു? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നു. ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അപ്പോൾ ഇതിൽ ഒരിക്കലും ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. എന്താണ്? ഓരോ ഓർബിറ്റലിലും ഓരോന്നോരോന്ന ഇവർ എല്ലാം ഈക്വൽ എനർജി ആയതുകൊണ്ട് ഈക്വൽ ഇവൻ ഈ ഓർബിറ്റലിന്റെ എനർജി തന്നെയാണ് ഈ ഓർബിറ്റലിന്റെ എനർജി. ഈ ഓർബിറ്റലിന്റെ എനർജി ഒരു ബോക്സ് കാണിക്കുന്നു ഓർബിറ്റൽ. സോ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആർ ദോസ് ഓർബിറ്റൽ ഹാവിംഗ് സെയിം എനർജി. അത് മറന്നു വരുന്നത്. 1 2 3 4 5 6 ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ ഇപ്രകാരമാണ് ഫില്ലിംഗ് നടത്തേണ്ടത്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആണ് നിങ്ങൾക്ക്. എന്താണ്? ഹൺസ് റൂൾ പ്രകാരമാണ് നടക്കുന്നത്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അത് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ പെയറിംഗ് അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഇലക്ട്രോൺ പെയറിംഗ് ഇൻ എന്ത് ഓർബിറ്റലാണ് ഇതിനെ? ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഡസന്റ് ടേക്സ് പ്ലേസ്. നടക്കാൻ പാടില്ല. അൺടിൽ എപ്പോ വരെ? ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗിളി ഓക്യുപ്പൈഡ്. ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗിളി ഓക്യുപ്പൈഡ്. ഓരോ ഓർബിറ്റലും സിംഗിൾ ആയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്നത് വരെ പെയറിംഗ് നടക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാം. നോ അല്ലെ? എന്താ പറയേണ്ടത്? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയറിംഗ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്താണ്? ഡസന്റ് ടേക്സ് പ്ലേസ് അൺടിൽ ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗിളി ഓക്യുപ്പൈഡ്. ഓക്കെ, ഇതാണ് ഇരിക്കുന്നത് ഓക്സിജന്റെ കേസിൽ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഇവിടെ 1s2 2s2 2px2 2py1 2pz1 ആണല്ലോ. 2x-ൽ 2 എണ്ണം വന്നു, y1. ഓക്കെ, ഇവിടെ ഇതിന്റെ അകത്ത് H2O അകത്ത് നടക്കുന്നത് എസും ഈ പിയും ചേർന്നിട്ട് എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ വാട്ടറിന്റെ കേസിൽ. sp3 ആവുമ്പോൾ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? 1 ആണല്ലോ, 2 3 എങ്ങനെ വരയ്ക്കുന്നത്? ഉംബ്രി കാണിച്ചോട്ടോ നിങ്ങൾ. ആ ഉംബ്രി കാണിച്ചു. ഇതിൻ്റെ അകത്ത് ചിലർ ടെക്സ്റ്റിൽ കാണിക്കില്ല. ഉംബ്രി എവിടെ കാണിക്കും? ബാക്കിൽ കാണിക്കും. ബാക്കിൽ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ കാണിച്ചു എന്താണെന്നറിയാമോ? മാർക്ക് പോകണ്ട. അവസാനം അത് തന്നെയാണെന്ന് വിചാരിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ഇതിനകത്ത് വാട്ടർ എത്ര പെയർഡ് ഉണ്ട് ഇതിനകത്ത്? ഇത് പെയറിംഗ് അല്ലേ? അപ്പൊ ഹൈഡ്രജൻ കയറിയിരിക്കുന്നത് ഇതിലും അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 പെയറിംഗ് ഉണ്ട്. ഇതിലൊന്ന് 2 ഓർബിറ്റൽ. ഇവനെന്ത് വിളിക്കുന്നത്? ഒരു sp3 ഓർബിറ്റൽ. ഇത് അടുത്ത sp3 ഓർബിറ്റൽ അല്ലേ? ഇനി അടുത്ത sp3 അല്ലേ? എത്ര? 1 2 3 4 ഉണ്ടല്ലോ. ഇതിലായിരിക്കും ആര് വരാൻ പോകുന്നത്? ഹൈഡ്രജൻ. ഇതില്ല ഒരെണ്ണം ഈ ഓക്സിജന്റെയും ഒരെണ്ണം ആരെയാണ്? ഇതിലെയോ ഒരെണ്ണം ഓക്സിജന്റെ ഒരെണ്ണം ഹൈഡ്രജന്റെയുമാണ്. ഈ ആംഗിളാണ് പറയുന്നത്. ഈ ആംഗിളും ഇവിടെ നോക്കുമ്പോൾ 4 എണ്ണം ഉണ്ട്. sp3 ആണെങ്കിൽ ടെട്രാഹൈഡൽ ജോമെട്രി ആണ്. ടെട്രാഹൈഡൽ ഹൈബ്രിഡൈസേഷൻ ആണ് നടക്കേണ്ടത് അല്ലേ? ഇത് sp3 ടെട്രാഹൈഡൽ ജോമെട്രി ആണ്. ഹൈബ്രിഡൈസേഷൻ ടെട്രാഹൈഡൽ ആണ് എങ്കിൽ പോലും ജോമെട്രി ടെട്രാഹൈഡൽ അല്ല. ടെട്രാഹൈഡൽ ജോമെട്രി ആകണമെങ്കിൽ 109 ഡിഗ്രി 28 കൂടി വേണം. അതിന്റെ അകത്തില്ല. ഇവിടെ ഇവന്റെയൊക്കെ 2 ലോൺ പെയറിന്റെ റിപ്പൽഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ റിപ്പൽഷൻ ഇവനെ പിടിച്ച് റിപ്പൽ ചെയ്യും, ഇവനെ റിപ്പൽ ചെയ്യും, ഇവനെ റിപ്പൽ ചെയ്യും, ഇവനെ റിപ്പൽ ചെയ്യും. ആസ് എ റിസൾട്ട് ഇവരിങ്ങനെ ചുരുങ്ങിയിട്ട് ബെൻഡ് ഷേപ്പായി മാറി. ഇവൻ റിപ്പൽ ചെയ്യുമ്പോൾ എന്തായി? ഇവന്റെ റിപ്പൽഷൻ വരും ബെൻഡ് ചെയ്യും, ഇവന്റെ റിപ്പൽഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവര് പരസ്പരം ബെൻഡ് അടുത്തേക്ക് വരും. അതുകൊണ്ട് ഓക്സിജന്റെ കേസിൽ പറയുമ്പോൾ എന്താണ്? ആംഗിൾ എത്രയാണ്? 104
0.5 ഡിഗ്രി ആണ് ഈ HOH ആംഗിൾ HOH ആണ് ട്ടോ, മറക്കരുത്. ആംഗിൾ HOH ഈക്വൽ ടു 104.5 ഡിഗ്രി ആണ്. ഇവിടെ ലോൺ പെയർ, ഇവിടെ ലോൺ പെയർ കാണിക്കാം കണ്ടോ. ഈ ലോൺ പെയർ ഇരിക്കുന്നത് എവിടെയാണ്? വാട്ടറിന്റെ കേസിലാണ്. വാട്ടറിന്റെ ജോമെട്രി വരക്കാൻ പറഞ്ഞ ഇപ്രായം വരക്കണം. 2 ലോൺ പെയർസ്, ഒരു ലോൺ പെയർ ഇരിക്കുന്നത് sp3. another lone pair also situated in the another sp3 hybrid orbital, and other remaining 2 sp3 hybrid orbitals are there. These remaining sp3 hybrid orbitals are overlapping with the hydrogen atomic orbital of hydrogen. As a result, bond അല്ലേ, ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നു, 2 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഇവൻ ഇരിക്കുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? ഏത് ഓർബിറ്റലാണ് ഇരിക്കുന്നത്? ഇലക്ട്രോൺ ലോൺ പെയർ ഓക്സിജന്റെ sp3 ഹൈബ്രിഡ്. ഈ ലോൺ പെയർ ഇരിക്കുന്നത് sp3 ഹൈബ്രിഡ്. വെറുതെയാണ് ഇരിക്കുന്നത്, അറ്റോമിക് ഓർബിറ്റലല്ല, sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും sp3 ആകുമ്പോൾ ജോമെട്രി നമ്മൾ പറയും, അയ്യോ sp3 ആണല്ലോ, ടെട്രാഹീഡ്രൽ ജോമെട്രി ആവണമല്ലോ. ജോമെട്രി ആണോ? അതിന് ആംഗിൾ എന്തായിരിക്കണം? 100 ഡിഗ്രി. അതല്ല, അതുകൊണ്ട് 104.5 ഡിഗ്രി ആയതിനാൽ എന്താണ്? ജോമെട്രി ഈസ് ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ് ആണ്. എന്താണ്? വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് എന്ന് വിളിക്കാം. എന്താ ബെൻഡ് ആവാൻ റീസൺ? റിപ്പൾഷൻ repulsion offered by 2 lone pairs to the bonded pairs. Repulsion offered by 2 lone pairs to the bond pairs. Bond pairs to the bonded pairs ലേക്ക് റിപ്പൾഷൻ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതുക. അതേ മറ്റൊന്ന് മാത്രം നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതരുത്. മനസ്സിലായില്ലേ? റിപ്പൾഷൻ അല്ലേ, റിപ്പൾഷൻ ഫ്രം ദ 2 lone pairs to the bonded pairs, to the 2 bonded pairs. എഴുതിക്കോളൂ. അതാണ് റീസൺ. ദിസ് ഇസ് ദ റീസൺ ഫോർ ദ റിഡക്ഷൻ ഓഫ് ആംഗിൾ, ടെട്രാഹൈഡ്രൽ ആംഗിൾ ഇൻ ടു ദ 104.5 ഡിഗ്രി. ഓക്കെ, ജോമെട്രി ഈ എന്താണ് ഷേപ്പ് അഥവാ ജോമെട്രി എന്ന് പറഞ്ഞാൽ ബെൻഡ് ഷേപ്പ് ആണ്. അപ്പൊ ഇവിടെ H2O-യിലും ഓക്സിജൻ ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp3 ആണ്. അമോണിയയിലും ആരാണ്? ആ ലോൺ പെയർ ഇരിക്കുന്ന എവിടെയാണ്? അറ്റോമിക് ഓർബിറ്റലില് ആണോ? ഹൈഡ്രജനിൽ ഹൈബ്രിഡ് ആണ് sp3. വാട്ടറിലെ 2 ലോൺ പെയർ ഇരിക്കുന്ന എവിടെയാണ്? hybrid orbitals. So these lone pairs are situated in the hybrid orbitals, not in the atomic orbitals. Okay, sp3 ഇവിടെ വാട്ടറിന്റെ കേസിലും ഓക്സിജൻ sp3 hybridization അല്ലേ. അമോണിയയുടെ കേസിലും നൈട്രജൻ നടക്കുന്നത് sp3 hybridization ആണ്. പക്ഷേ ടെട്രാഹൈഡ്രൽ ആംഗിൾ അല്ല ആയതിനാൽ നമ്മൾ അത് ജോമെട്രി ടെട്രാഹൈഡ്രൽ ജോമെട്രി പറയാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? അമോണിയയുടെ കേസും വാട്ടർ മോളിക്യൂളിന്റെ കേസും മനസ്സിലായി അല്ലേ? ജോമെട്രി എന്താണിത്? ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ്.